ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഹൈടെക്കിൻ്റെ AB ഇലക്ട്രോണിക്സ് തകരപ്പറമ്പ് അവരുടെ ഒരു ബാസ്റ്റബിൾ ബോർഡാണ്. വളരെ ഫേമസ് ആണ് നമ്മുടെ നാട്ടിൽ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബോർഡാണ് ഈ ഒരു ബാസ്റ്റബിൾ ബോർഡ്. കാര്യം ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി അത്രയ്ക്ക് നല്ലതായതുകൊണ്ട് തന്നെയാണ് അത് ഫേമസ് ആയിട്ട് വരുന്നത്. TL72 2 ഓപ്പാമ്പ് ലോ നോയിസ് ഓപ്പാമ്പ് വെച്ചിട്ടാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രവർത്തനം ഫുള്ള്. TL72 ആണ് ഈ കാണുന്ന IC ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. TL72 2 IC ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് ഓളിയം ഫസ്റ്റ് വരുന്നത് ഓളിയമാണ് വരുന്നത്. പിന്നെ ബാലൻസ് വരുന്നുണ്ട്, അതായത് ലെഫ്റ്റ് റൈറ്റ് ബാലൻസ് വരുന്നുണ്ട്, ബാസ് വരുന്നുണ്ട്, ട്രബിൾ വരുന്നുണ്ട്, പിന്നെ സെലക്ടർ, ഒരു ഓഡിയോ സെലക്ടർ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വേറൊരു സെലക്ടറിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ വരുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ ലൗഡ്നെസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച്, ഇത് രണ്ടും പുഷ് ചെയ്യുന്ന 2 സ്വിച്ചായിട്ടാണ് വരുന്നത്, സെലക്ടർ സ്വിച്ചാണ് വരുന്നത്. നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ആംപ്ലിഫയർ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബോർഡാണ്. കാര്യം പഴയ ആംപ്ലിഫയറുകൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ, ഒരു ബാസ്റ്റബിൾ ബോർഡാണ് ഈ ഒരു ബാസ്റ്റബിൾ ബോർഡ്. പഴയ ആംപ്ലിഫയറുകൾ മിക്കതും തുറക്കുമ്പോൾ അതിനകത്ത് മോസ്ഫെറ്റ് ആയാലും ട്രാൻസിസ്റ്റർ ആയാലും ഏതായാലും അതിനകത്ത് ഇരിക്കുന്ന ബാസ്റ്റബിൾ ബോർഡ് ഇതായിരിക്കും. ഒരു 10-15 വർഷം മുമ്പോട്ട് പോകുമ്പോൾ ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഏതൊരു ആംപ്ലിഫയർ തുറന്നു വയ്ക്കാനും നമുക്ക് ഈ ഒരു സാധനം അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഒരു 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വെറും 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി വളരെ അസാധ്യ ക്വാളിറ്റിയാണ്. അത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അവർ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇതിൻ്റെ അഭിപ്രായം. ഞാൻ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതായ ഒരു ആംപ്ലിഫയറാണ്. കാര്യം ഇത് പഴയ ആംപ്ലിഫയറുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പഴയ ആംപ്ലിഫയറുകൾ തുറക്കുമ്പോൾ അറിയാം, മോസ്ഫെറ്റ് ആയാലും ട്രാൻസിസ്റ്റർ ആയാലും പഴയ 20-30 20-50 IC വെച്ചിട്ടുള്ള സർക്യൂട്ടിലൊക്കെ ചെയ്തിട്ടുള്ള ആംപ്ലിഫയറുകളായിരിക്കും കൂടുതലും വരുന്നത്. അതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ള ബോഡി ഇതാണ്. കാര്യം ഇതിലെല്ലാത്തിനും ഏകദേശം എല്ലാത്തിനും ഒരുപോലെ മാച്ച് ആവുന്ന രീതിയിൽ ഒരു യൂണിവേഴ്സൽ പോലെയാണ്, യൂണിവേഴ്സൽ പ്രീആമ്പ് പോലെയാണ് ഇത് വരുന്നത്. അത്രയും അസാധ്യമായിട്ടുള്ളൊരു ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത്. അത് പോയിട്ട് തന്നെ ഇപ്പോൾ ഇത് ഒരു ഗ്ലാസ് ഓപ്പോക്സി, ഇത് നേരത്തെ ഇറങ്ങിയ സമയത്തെ ഗ്ലാസ് ഓപ്പോക്സി PCB തന്നെയാണ് അവർ ഈ പ്രോഡക്റ്റ് ഇറക്കിക്കൊണ്ടിരുന്നത് എന്നും കൂടെയാണ്. പിന്നെ ഇതിനകത്ത് ഈ കൺട്രോൾസ് ഇതിൻ്റെ കൂടെ തരുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് വോളിയത്തിന് വരുന്നത് 100K ആണ്, ബാലൻസിന് വരുന്ന 100K ആണ്, മോണോയാണ്. പിന്നെ ഇത് വരുന്ന 47K ആണ്, ബാസിനും ട്രബിളിനും 47K ആണ് വരുന്നത്. പിന്നെ ഇവിടെ 2 സെലക്ടർ സ്വിച്ച് കാണുന്നുണ്ട്. ആ സെലക്ടർ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇൻപുട്ട് A ഇൻപുട്ട് B. നമുക്ക് 2 ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു സെലക്ടർ എന്ന് പറയുമ്പോൾ ഒരു പവർ അപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സെലക്ടറാണ് നമ്മൾ വയ്ക്കുന്നത്, അല്ലെങ്കിൽ സ്വിച്ച് വെച്ചിട്ട് നമ്മൾ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു സ്വിച്ച് വയ്ക്കാനുള്ള ഓപ്ഷൻ അവർ ഡയറക്റ്റ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ അഡീഷണലി കൊണ്ടുവന്ന് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഡിയോ ഇൻപുട്ട് Aയും Bയും ആയിട്ട് അവർ തരംതിരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടാണ്. ലെഫ്റ്റിനും റൈറ്റിനും സെപ്പറേറ്റ് ഗ്രൗണ്ട് കൊടുത്ത ഔട്ട്പുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ പിന്നെ അടുത്ത് വരുന്നത് ഓളയം വരുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യം ഈ ഗ്രൗണ്ടൊക്കെ ഒരു പക്കയാണ്. ഈ ഒരു ബോർഡിൻ്റെ ഗ്രൗണ്ടിങ് പക്കയാണ്. ഇതിൻ്റെ ട്രാക്കെല്ലാം അടിപൊളിയാണ്. കാര്യം ആ ഒരു ഗ്രൗണ്ടിങ് പക്കയായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നോയ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നോയ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഗ്രൗണ്ടിങ്ങിൻ്റെ ലൈനൊക്കെ പക്കയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ലൗഡ്നെസ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ ചെറിയ സൗണ്ടിൽ പാട്ട് കേൾക്കുന്ന സമയത്ത് ബാസും ട്രബിളൊക്കെ ഒന്ന് കട്ടായി പോകുന്ന പോലെ നമുക്ക് ഫീലാവും. മിക്ക ആംപ്ലിഫയറുകളിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ വോളിയം കുറച്ച് പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലൗഡ്നെസ് സ്വിച്ച് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു ബാസ് ട്രബിൾ ലോ വോളിയത്തിൽ കട്ടായി പോകുന്നൊരു പ്രശ്നം മാറി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലൗഡ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം, ഇവിടെ ലൗഡ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ കൊടുത്തിട്ടുള്ളത്. അത് പാട്ട് വോളിയം കൂട്ടി കേൾക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമല്ല. പാട്ട് കുറച്ച് വോളിയം കുറച്ച് കേൾക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ആണ് ഈ ഒരു ലൗഡ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റർ എല്ലാം തന്നെ 1% റെസിസ്റ്റേഴ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ ക്വാളിറ്റിയുള്ള കമ്പോണൻസും അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ബാസ്റ്റബിളാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന, പരിഗണിച്ച് നോക്കാവുന്ന ഒരു, നിങ്ങളുടെ ആംപ്ലിഫയറിൽ പരിഗണിക്കാൻ പറ്റുന്നൊരു നല്ലൊരു പ്രീ ആംപ്ലിഫയറാണ് ഈ ഒരു പ്രീ ആംപ്ലിഫയർ. പിന്നെ ഇതിൻ്റെ വോൾട്ടേജ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വോൾട്ട് കൊടുക്കേണ്ടത് ഇവിടെയാണ്.
പോസ്റ്റിനായിട്ട് ഗ്രൗണ്ട് ആണ് അവർ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു 15-0-15 12-0-12 കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ആ ഒരു രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ AB ഇലക്ട്രോണിക്സിൻ്റെ സബ് വൂഫർ ഫിൽറ്ററും അടിപൊളിയാണ്. നമ്മൾ അതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ചെയ്യാം. ആ ഒരു സബ് വൂഫർ ഫിൽറ്റർ അടിപൊളിയാണ്. മോസ്ഫെറ്റ് ആംപ്ലിഫയറുകൾക്ക് കുറച്ചും കൂടെ നല്ലതാണത്. പക്ക മാച്ചിങ് ആണ് ആ സാധനം. നല്ല പഞ്ചി ആയിട്ടുള്ള ബാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും നല്ല അസാധ്യമായിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. 250 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് കൊറിയറായിട്ട് അവർ അയച്ചു തരുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വിലയും കൂടെ വരുന്നുണ്ട്. ഒരു 50-60 രൂപ എക്സ്ട്രാ വരും. അതായത് നിങ്ങൾക്കൊരു 350 രൂപയ്ക്കകത്തുള്ളൊരു പ്രൈസിന് ഈ ഒരു സാധനം നിങ്ങളുടെ നാട്ടിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇത്രയും തന്നെയാണ് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ആദ്യമായിട്ട് കാണുന്ന ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഹൈടെക്കിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ ചേട്ടന്മാർക്കും ബൈ ബൈ.